അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫാബ്രിക് സ്റ്റിക്കറാണ്. നമുക്ക് പാൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇറക്കം കുറയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണം അളവെടുത്ത് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് മടക്കാനുള്ള ലെങ്ത് കൂടെ ഇട്ടതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. അതിന് ശേഷം നമ്മൾ ഇതിനെ മടക്കി മടക്കി നമുക്ക് ആവശ്യാനുസരണം മടക്കുക. മടക്കിയതിന് ശേഷം നന്നായിട്ട് തേയ്ക്കണം. അപ്പോൾ നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ആവശ്യാനുസരണം സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അത്യാവശ്യത്തിന് ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സ് ചെറുതാക്കാൻ വേണ്ടി ടൈലർ അന്വേഷിച്ച് കൊടുക്കുമ്പോൾ ടൈലർ കാണില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ വർക്ക് എടുത്തെന്ന് വരില്ല. ഇനി എടുത്താൽ തന്നെ സമയത്ത് കിട്ടിയെന്ന് വരില്ല. ഇത് കുറച്ചുകൂടെയൊക്കെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിന് മറു സൈഡ് ഞാൻ ഓൾറെഡി ചെയ്ത്, അപ്പം ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നേരത്തെ ഞാൻ ചെയ്തത്. കാണുന്നുണ്ടാവും. വലിച്ചാലൊന്നും വരുന്നില്ല. നല്ല ടൈറ്റായിട്ട് വലിച്ചാലും നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ. ഇതാണ് തൊട്ട് മുമ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഓക്കെ, ഇളക്കിയെടുത്തതിന് ശേഷം ഇത് കുറച്ചുകൂടെ ഇവിടെ അകത്തോട്ട് കയറ്റി വയ്ക്കണം. വെച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം സൈഡൊക്കെ മടങ്ങി പോകാതെ കറക്റ്റ് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് തേക്കാം. ലെങ്ത് കൂടിപ്പോയാലും ഇവിടെ മടങ്ങി നിൽക്കും. ഓക്കെ, എന്നിട്ട് നമ്മളത് അയൺ ബോക്സ് ഫുള്ള് ടെമ്പറേച്ചറിൽ വയ്ക്കുക. ഹീറ്റായിരുന്നൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് തേക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉരുകി പിടിച്ചിട്ടുണ്ട്. അതിപ്പം ഇളക്കാത്തത് ഒരല്പം ഇപ്പോൾ ചൂടായിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇളകി വരും. അല്പം തണുക്കാൻ വേണ്ടി സമയം കൊടുക്കണം. അതുപോലെ ഈ സൈഡ് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് പാൻറ്റ് ചെറുതാക്കി എടുക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അപ്പോൾ അടുത്ത സൈഡ് കൂടി നമുക്ക് ചെയ്യാം. ഇളക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സൈഡ് കൂടി വയ്ക്കാം. അപ്പം ഒരുപാട് നീളം കൂട്ടണ്ട, നമുക്ക് മടക്കാൻ പറ്റില്ല. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അയൺ ബോക്സ് മാക്സിമം ടെമ്പറേച്ചർ, മാക്സിമം ഒരു നമ്മുടെ തുണി ഉരുകി പോകരുത്, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ വെക്കുക, തേച്ച് കൊടുക്കുക. അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിന് തണുത്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചു തരാം. തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്ട്രോങ് ആവും, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത് പിടിച്ചാൽ വരത്തില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാനൊന്ന് മറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഫിനിഷിങ്. അവസാനം ഇങ്ങനെ വരും. ഇതിനകത്താണ് നമ്മൾ ഒട്ടിച്ചത്. കട്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്തു, കട്ട് ചെയ്തു. അപ്പോൾ മടക്കാനുള്ള 1 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം വളരെ കുറഞ്ഞ വിലയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ജീൻസൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള നല്ല നമുക്ക് സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഇതും സ്ട്രോങ് ആണ് അത്യാവശ്യം. പിന്നെ ജീൻസൊക്കെ ആകുമ്പോൾ മടക്കി കഴിയുമ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനത്തെ വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.